സ്നേഹവീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു ഏഴ ട്രേഡേഴ്സ്. പെയിന്റ് ആൻഡ് ഹാർഡ്വെയർസിന്റെ വർണ്ണ വിസ്മയ ലോകം. ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ. വീടുകൾ മനോഹരമാക്കാൻ ബർജർ പെയിന്റിന്റെ വർണ്ണ വിസ്മയ ലോകം തീർത്തുകൊണ്ട് ഏഴ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏഴ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ, പഴയന്നൂർ ഹൈസ്കൂൾ റോഡ്, AR കോംപ്ലക്സ്. AKCA ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രചരണ ജാഥയ്ക്ക് ചേലക്കരയിൽ സ്വീകരണം നൽകി. ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുന്നത് കാറ്ററിംഗ് മേഖലയെയും സാധാരണ ജനങ്ങളെയും ദുരിതത്തിലാക്കിയിരിക്കുന്നു. അരി, പഞ്ചസാര, എണ്ണ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നു തുടങ്ങി എല്ലാ ഭക്ഷ്യവസ്തുക്കളും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇരട്ടിയിലധികം വിലയായി. ഇതിൽ നിന്ന് നൂറുകണക്കിന് കുടുംബാംഗങ്ങൾ ജീവിതം തള്ളി നീക്കുന്ന കാറ്ററിംഗ് മേഖല തകർച്ചയുടെ അതിരിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. അതിനു പുറമെ അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നതിന് നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. ചേലക്കരയിലെ സ്വീകരണത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറി KK ഖബീർ. കൂടാതെ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ, സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ, ജില്ലാ സെക്രട്ടറി ബാലൻ കല്യാണീസ്, ജില്ലാ ട്രഷറർ അസീസ്, ജില്ലാ രക്ഷാധികാരി ദേവസി എന്നിവരും വടക്കാഞ്ചേരി മേഖലാ ഭാരവാഹികളും പങ്കെടുത്തു. ജൂലൈ 8 സെക്രട്ടേറിയറ്റ് പടിയിൽ പ്രതിഷേധ സമരം നടന്നു. എന്തിനാണ് ഒരു മുതലാളി സംഘടന ഇത്തരം ഒരു സമരത്തിലേക്ക് ഇറങ്ങുന്നത്? അത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം നാട്ടിൽ ഒരു ഇത്രയും രൂക്ഷമായ വിലക്കയറ്റമുണ്ടാകുമ്പോൾ സാധാരണയായി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഒക്കെയാണ് ഇത്തരം ഒരു സമരം നടത്തേണ്ടത്. അങ്ങനെ ഒരു സമരം നാട്ടിൽ സംജാതമായി കാണാത്തത് കൊണ്ടാണ് അന്നം വിളമ്പുന്ന ഞങ്ങൾ ഇത്തരം ഒരു സമരത്തിലേക്ക് കാലെടുത്ത് വെച്ചിരുന്നത്. കാരണം മുമ്പൊക്കെ വിലക്കയറ്റം എന്ന് പറയുമ്പോൾ 10 പൈസ, 20 പൈസ, അല്ലെങ്കിൽ 50 പൈസ, അല്ലെങ്കിൽ 1 രൂപ, 2 രൂപ എന്ന നിരക്കിൽ വില കയറുമ്പോൾ ഇന്നത്തെ സ്ഥിതി അതാണോ? 160 രൂപയുടെ വെളിച്ചെണ്ണയിൽ നിന്നും 420ലേക്കാണ് കുതിച്ചത്. അപ്പൊ എത്ര ശതമാനമായി എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ കേരളത്തിലെ മണ്ണിൽ നമ്മൾ വെളിച്ചെണ്ണ, നാളികേരം ഉപയോഗിക്കാത്ത ഏതെങ്കിലും കുടുംബമുണ്ടോ? അവരുടെയൊക്കെ സ്ഥിതി എന്താണ്? അതുപോലെ ഇത് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കാറ്ററിംഗുകാരന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കൊല്ലത്തോളമായിട്ട് യാതൊരു നിലയ്ക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ നമ്മുടെ അംഗീകൃത കാറ്ററിംഗുകാരെല്ലാവരും തന്നെ. കാരണം സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും, ഫുഡ് പഞ്ചായത്ത് ലൈസൻസും പൊല്യൂഷനും എല്ലാം എടുത്തുകൊണ്ട് സർക്കാരിന് കൊടുക്കേണ്ടുന്ന എല്ലാ വിധവും GSTയും ഒക്കെ കൊടുത്തുകൊണ്ടാണ് അംഗീകൃത കാറ്ററിംഗുകാർ ഈ പ്രസ്ഥാനം കൊണ്ടു നടക്കുന്നത്. അതിനെല്ലാം വിരുദ്ധമായി ഇവിടെ അനധികൃത കാറ്ററിംഗുകാർ വളരെ വില കുറച്ച് കൊടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന പൊതുജനത്തിനുണ്ടാകുന്ന വിഷമവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് പൊതുജനത്തിനോട് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന പൊതുജനത്തിനോട് ഉറക്കെ വിളിച്ചു പറയാനും സർക്കാരിന്റെ ഇപ്പോഴത്തെ CCV ന്യൂസ് ചേലക്കര.